അപ്പോൾ എനിക്ക് സംശയം ഇതിൽ മാപ്പ് എവിടെയെന്നുള്ളതായിരുന്നു. കാരണം സി ശങ്കരൻ നായർ മാപ്പ് പറഞ്ഞിട്ടില്ല ഒരിടത്തും. മാപ്പ് പറയുന്ന ആളുകളാണല്ലോ ഇവരുടെ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഇദ്ദേഹം മാപ്പ് പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ ഇവർ കൊണ്ടാടുന്നത്? എങ്ങനെയാണ് ഇവർ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സി ശങ്കരൻ നായരുടെ ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ മിതവാദിയായിട്ടുള്ളൊരു കോൺഗ്രസ്സുകാരനാണ്. മിതവാദി എന്ന് പറയുമ്പോൾ ഈ ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള മറ്റേ എന്താണ് ബംഗാളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, രാജാറാം മോഹൻ റോയ്, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. മീൻസ് വളരെ മിതവാദികളായ ആളുകൾ, മിതവാദികളായ നാഷണലിസ്റ്റുകൾപ്പെട്ട ആളാണ് അദ്ദേഹം. മിതവാദികൾക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അവർ ഈ പൂർണ്ണ സ്വരാജൊക്കെ വേണം എന്നൊക്കെ പറയുമെങ്കിലും അതിനുവേണ്ടി സമരമൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് രാജാവിന് വൈസ്രോയ്ക്ക് നമ്മൾ പെറ്റീഷൻ എഴുതുക. ആ പെറ്റീഷൻ എഴുതലൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കണ്ടവരാണ്. അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഗാന്ധിയുടെ കടന്നുവരവാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയിൽ വലിയ മാറ്റം ഉണ്ടായത്. ഗാന്ധി വന്നുകൂടി വേണ്ടതാണ് അദ്ദേഹം ഒരു മാസ് ലീഡറായി മാറുകയും ക്രൗഡ് പുള്ളറായി മാറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരാൾ കൾട്ടാവുക. അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഡെമോക്രസിയുള്ളൊരു പാർട്ടിയാണ്. അതിനകത്ത് എല്ലാം ചർച്ചകളിലൂടെ, പ്രമേയങ്ങളിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് പോലും അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ ഒരു കൾട്ട് ഫിഗർ കോൺഗ്രസിനുണ്ടാവുന്നതിനെ അതിശക്തമായി എതിർത്തിയ ആളാണ് സി ശങ്കരൻ നായർ. ഗാന്ധി അങ്ങനെ അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ലെഗസി നശിപ്പിക്കും. ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ലെഗസി നശിപ്പിക്കും. ഒരാളെ ഇങ്ങനെ ബിംബമായി ഉയർത്തിക്കാട്ടുക, സമരങ്ങൾ ചെയ്യുക, പ്രക്ഷോഭങ്ങൾ. അപ്പോൾ ഒന്ന് പാർട്ടിക്കകത്ത് ഗാന്ധി എന്ന കൾട്ടിനെ അദ്ദേഹം എതിർത്തിരുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മൾ നിവേദനങ്ങൾ കൊടുത്താൽ മതി, അങ്ങനെ റിഫോർമേഷൻ കൊണ്ടുവരിക. പ്രൊട്ടസ്റ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താ വെച്ചാൽ അത് സമൂഹത്തിൽ അസ്ഥിരത ഉണ്ടാക്കുകയും സോഷ്യൽ ഇംബാലൻസ് ഉണ്ടാക്കുകയും അസ്ഥിരത ഉണ്ടാക്കുകയും ക്രമസമാധാന പ്രശ്നമായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ പല ഘട്ടങ്ങളിൽ അദ്ദേഹം ഒന്ന് ഗാന്ധിയോടുള്ള വിയോജിപ്പ്, രണ്ട് ഈ പ്രൊട്ടസ്റ്റിനുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തോട് അദ്ദേഹം അതിശക്തമായി വിയോജിച്ചിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം മൊത്തം കുഴപ്പമുണ്ടാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഗാന്ധിയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് BJP ഇദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. അദ്ദേഹം ഗാന്ധി വിമർശകനാണ്. അപ്പോൾ ഒരു വശത്ത് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ട് പുഷ്പചക്ര അർപ്പിക്കുന്നു, ഗാന്ധി ഞമ്മൻ്റെ ആളാണ് എന്ന് പറയുന്നു. മറുവശത്ത് ഗാന്ധി വിമർശകനായ സി ശങ്കരൻ നായരെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരു വശത്ത് സവർക്കറെ പൂജിക്കുന്നു, മറുവശത്ത് ഗാന്ധിയെ പൂജിക്കുന്നു, ഇവിടെ സി ശങ്കരൻ നായരെ പൂജിക്കുന്നു. അപ്പോൾ സി ശങ്കരൻ നായരുടെ നിലപാട്, നമ്മൾ ആ നിലപാടിനെ വിമർശനാത്മകമായോ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടൊക്കെ സമീപിക്കാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം വളരെ എന്താണ് പറയുക, അഗാധമായി നിയമിക്കാനുള്ള ഒരാളാണ്. ഭയങ്കര ഹൈ സ്റ്റാറ്റസ് ഉള്ളൊരു മനുഷ്യനാണ്. വലിയൊരു കുടുംബത്തിൽ നിന്നൊക്കെ ഇരിക്കുന്ന ഉന്നത കുലജാതനായ ഒരു മനുഷ്യനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ടാവും. പക്ഷെ അപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീക്ഷണം, അപ്പം ഗാന്ധി അദ്ദേഹം വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വീക്ഷണം കമ്മ്യൂണലായ ഒരു കാര്യമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിയും കോൺഗ്രസും പിന്തുണച്ചതിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം വിമർശിക്കാനുള്ള കാരണം അത്തരം പിന്തുണകൾ എന്താണ്, ഒരുതരം അനാർക്കി ഉണ്ടാകും നാട്ടിൽ. ഇപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പലതരത്തിൽ, ഇപ്പോൾ ബിർസ മുണ്ടയെ പോലുള്ളവർ, അല്ലിപ്പോൾ ഇവിടെ എന്താണ് വാര്യംകുന്നനെ പോലുള്ളവർ, അങ്ങനെ പ്രാദേശികമായി ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ സായുധമായ കലാപങ്ങൾ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇത്തരം കലാപങ്ങളെ സമാധാന പാതയിലേക്ക് കൊണ്ടുവരാനും ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്യാനാണ് ഗാന്ധി ശ്രമിക്കുന്നത്. അപ്പോൾ ഗാന്ധിയുടെ ഇങ്ങനെയുള്ള ശ്രമങ്ങളെ എന്ത് ചെയ്യുന്നു, അത് പിന്നീട് സോഷ്യൽ കോൺസിക്വൻസസ് ആലോചിക്കണം. അതാണ് സി ശങ്കരൻ നായരുടെ വിമർശനത്തിൻ്റെ ലക്ഷ്യം. അതായത് ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധി പിന്തുണച്ചോടി നിന്നുണ്ടായി. എൻ്റെ നാട്ടിൽ കേരളത്തിൽ ഇവിടെ മലബാർ ലഹളയുണ്ടായി. അത് വലിയ തോതിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കി, ആളുകൾ കൊല്ലപ്പെട്ടു, വലിയ പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് സി ശങ്കരൻ നായരും ഒരു ജന്മി കുടുംബത്തിൻ്റെ അംഗമാണ്. അവിടെ നടന്നുള്ള കലാപം ജന്മി കുടുംബത്തിനെതിരെയാണ്. ആ ജന്മി കുടുംബത്തോടൊപ്പമായിരുന്നു ബ്രിട്ടീഷുകാർ നിലനിന്നിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ജന്മി വിരുദ്ധ കലാപമായി മാറുകയും ആളുകൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ദേശീയ വീക്ഷണം എന്ന് പറയുന്നത് അത്യാവശ്യം പെറ്റീഷനൊക്കെ എഴുതി കൊടുക്കുക, വൈസ്രോയോട് അപേക്ഷിക്കുക, ഈ മാറ്റം വരുത്തണം, ഈ നിയമം മാറ്റണം എന്നൊക്കെ അപേക്ഷിച്ച് അങ്ങനെ റിഫോർമേഷൻ നടത്തി സ്വാതന്ത്ര്യ സമരം നേടാമെന്നാണ് അദ്ദേഹം വ്യാമോഹിച്ചിരുന്നത്. പക്ഷേ ഗാന്ധിയുടെ എല്ലാം വേറെയായിരുന്നു. ജനങ്ങളെ അണിനിരത്തി ബ്രിട്ടീഷുകാർക്ക് സമരം ചെയ്താണ് അദ്ദേഹം സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഗാന്ധിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് സി ശങ്കരൻ നായരെ BJPയും RSSും കൊണ്ടാടാൻ കാരണം. അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിൽ RSSൻ്റെ കമ്മ്യൂണൽ നിലപാടുകൾ പിന്തുണയ്ക്കുകയോ അദ്ദേഹം ഒരിക്കലും സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ത്യൻ നാഷണലിസത്തെ, കോൺഗ്രസ് എങ്ങനെയാണോ നാഷണലിസത്തെ ഡിഫൈൻ ചെയ്തിരുന്നത് അതേ നാഷണലിസ്റ്റിക് ഔട്ട്ലുക്കാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അല്ലാതെ സവർക്കറുടെയോ ഹെഡ്ഗേവാറിൻ്റെയോ ഗോൾവാർക്കറുടെയോ നാഷണലിസ്റ്റ് വീക്ഷണമായിരുന്നില്ല സി ശങ്കരൻ നായർക്കുണ്ടായിരുന്നത്.